പുരുഷന്മാർ രതിമൂർച്ചയെ സ്ത്രീകളിൽ നൽകുന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് പലപ്പോഴും കരുതാറുള്ളത്. എന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത് എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരികവും വൈകാരികവുമായ പ്രത്യേകതകളൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തങ്ങളുടെ ഈ സംതൃപ്തി വലിയൊരു കാര്യമായിട്ടൊന്നും ഒരിക്കലും പുരുഷന്മാർ ചർച്ച ചെയ്യാറുമില്ല, കരുതാറുമില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണയും ബന്ധത്തിലേർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അവർക്കെപ്പോഴും സംതൃപ്തി ഓരോ ബന്ധത്തിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ തനിക്കിങ്ങനെ വലിയൊരു സംതൃപ്തി ലഭിച്ചു, എനിക്ക് ഭയങ്കര സുഖം കിട്ടി, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക്, ഇല്ലെങ്കിൽ ഇതുമായിട്ട് ഈ രതിമൂർച്ച എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കാര്യമായിട്ടൊന്നും പുരുഷന്മാർ ഒരിക്കലും സംസാരിക്കാറില്ല. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നും സ്ത്രീയുടെ ആസ്വാദനവുമായിട്ട് ഈ സ്ത്രീ സംതൃപ്തിയാകുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നും പുരുഷന്മാർക്ക് ധാരണയുണ്ട്. മാത്രമല്ല, ഒരു സ്ത്രീ സംതൃപ്തിയായി കഴിയുമ്പോൾ അവൾക്ക് ആനന്ദം ലഭിക്കുന്നതിനോടൊപ്പം തൻ്റെ പങ്കാളിയോടൊത്ത് വൈകാരികമായ ഒരു അടുപ്പം കൂടുന്നു, വിശ്വാസ്യത കൂടുന്നു. അതിലുപരി അവൻ്റെ പുരുഷത്വത്തിനുള്ള അംഗീകാരമായിട്ടാണ് സ്ത്രീകൾ പലപ്പോഴും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അല്ലെങ്കിൽ സ്ത്രീയെ സംതൃപ്തയാക്കുന്ന പുരുഷനോട് സ്ത്രീക്ക് അതിര് കടന്ന ബഹുമാനമുണ്ട്, അവൻ്റെ പുരുഷത്വത്തെ അംഗീകരിച്ചു. ആ ഒരു ആത്മവിശ്വാസം പുരുഷൻ്റെ ഓരോ പ്രവൃത്തിയിലും നിഴലിക്കും. അത് ഈ പ്രവൃത്തിയിൽ മാത്രമല്ല, അവൻ്റെ ദൈനംദിന ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയൊരു അംഗീകാരമായിട്ടാണ് പലപ്പോഴും പുരുഷന്മാർ കണക്കാക്കുന്നത്. അത് അവൻ്റെ പുരുഷത്വത്തിൻ്റെ പ്രകടനം എന്നുള്ളത് തന്നെ ആണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിൽക്കുന്നത്. നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കണം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗികത എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എല്ലാ തവണയും ഈ ഒരു സുഖം കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്തിഷ്ക പ്രേരണ അല്ലെങ്കിൽ വൈകാരികമായ ഒരു സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ രതിമൂർച്ച ലഭിച്ചില്ല എങ്കിൽ പോലും സ്ത്രീക്ക് ഓരോ തവണയും ബന്ധപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒരു സംതൃപ്തി കണ്ടെത്താൻ കൃത്യമായിട്ട് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ ബന്ധം എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ലൈംഗികത എന്ന് പറയുന്നത് ഈ ഒരു കാര്യവുമായിട്ട് മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അത് ഏതൊരു പങ്കാളിയാകാം, സുഹൃത്താകാം, അതായത് മറ്റൊരാളുമായിട്ടുണ്ടാകുന്ന ആഴത്തിലുള്ള അടുപ്പം, സ്നേഹം, വിശ്വാസം, സ്പർശനം, ഇങ്ങനെയുള്ള ചുംബനം, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും സ്ത്രീയുടെ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നേരെ ഉള്ളിലേക്കുള്ള പ്രവേശനം, അതിൽ നിന്ന് കിട്ടുന്ന സുഖവും മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് അവർക്ക് മാനസികമായിട്ട് ലഭിക്കുന്ന ഉണർവ്, അതായത് മാനസികമായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് ലഭിക്കുന്ന സന്തോഷം, ഉണർവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുരുഷൻ്റെ താല്പര്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലിംഗയോനി സമാഗമം, അതിലൂടെ ലഭിക്കുന്ന ആ ഒരു സന്തോഷം അതിലേക്ക് മാത്രമാണ്. എന്നാൽ സ്ത്രീയെ ഇല്ലെങ്കിൽ അതുപോലെ പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന ആ സ്പർശനവും ഉത്തേജനവും മാത്രമാണ്. മറിച്ച് സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഇത് തങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടോ ഒറ്റയ്ക്കോ നേടിയെടുക്കാൻ അത്ര താല്പര്യമുള്ള ഒരു കാര്യമല്ല. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പങ്കാളിയിൽ നിന്ന് മാത്രമാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു സംതൃപ്തി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് മറ്റ് സ്ത്രീകളുടെ ഒത്ത് ഈ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ട് അതിൽ നിന്നൊരു സന്തോഷം നേടിയെടുക്കാനുള്ള വിദ്യകളും പലപ്പോഴും സ്ത്രീകൾക്ക് അറിയില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വയം സന്തോഷം കണ്ടെത്തുന്നതിനും ഈ ഒരു അവസ്ഥയിലേക്ക് അവരെ നയിക്കുന്നതിനും സ്ത്രീകൾക്ക് കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്വയംഭോഗം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്രിക്ക് നേരിട്ട് ഉത്തേജനം നൽകുന്ന കാര്യമാണ്. എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ആ ഒരു ഭാഗം കൂടെ ഉത്തേജിപ്പിച്ച് സംതൃപ്തി കണ്ടെത്തുക, അത്തരത്തിലുള്ള ഒരു സുഖം കിട്ടുക എന്നുള്ളത് അത്ര പ്രായോഗികവുമല്ല, എളുപ്പവുമല്ല. അതിന് പുരുഷൻ അവൻ്റേതായ ചില വിദ്യകളിലൂടെ സ്ത്രീയെ സംതൃപ്തിയാക്കേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ത്രീയിൽ സംഭവിക്കുന്ന അപൂർവ മാത്രമായ ഒരു കാര്യമായിട്ട് രതിമൂർച്ചയെ അവർ കാണുന്നതും അതിനെ വലിയ കാര്യമായിട്ട് പുരുഷൻ അംഗീകരിക്കുന്നു. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീക്ക് ഈ സന്തോഷം അല്ലെങ്കിൽ സുഖം ലഭിക്കുക എന്ന് പറയുന്നത് സ്ത്രീയുടെ സുഖവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. തൻ്റെ പങ്കാളിക്കുള്ള, അതായത് തൻ്റെ പങ്കാളിക്ക് ഒരു സുഖം കിട്ടുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെ പലപ്പോഴും സ്ത്രീക്ക് ഈ ഒരവസ്ഥ അല്ലെങ്കിൽ രതിമൂർച്ച ലഭിക്കുന്നു എന്നുള്ളതും പഠനങ്ങൾ പറയുന്നുണ്ട്. അടുപ്പം, സ്നേഹം, താല്പര്യം, അതായത് ഈ ലൈംഗിക പ്രവൃത്തിയിൽ നിന്ന് മാത്രമല്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിലേക്ക് കടക്കുവാനായിട്ട് കഴിയുന്നത്. അവൾക്ക് പങ്കാളിക്ക് നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും പരിഗണനയും അംഗീകാരവും സ്പർശനവും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും ഈ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്തപ്പെടാൻ കഴിയാറുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ ഒരു ഉണർവ് നൽകുക, ഈ ഒരു പ്രവർത്തനത്തിലേക്ക് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് അവളെ നയിക്കുക, ശാരീരികവും മാനസികവുമായ ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യുക, വൈകാരിക സംതൃപ്തി, അതിൽ നിന്ന് ലഭിക്കുന്ന തനിക്ക് ഒരു പങ്കാളിയുണ്ട് തന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും, അങ്ങനെയൊക്കെയുള്ള ഒരു സുരക്ഷിതത്വ ബോധമാണ് സ്ത്രീക്ക് കൂടുതലായിട്ടും വേണ്ടത്. അപ്പം അങ്ങനെ നൽകുവാനായിട്ട് കഴിയുക. പിന്നീട് നിങ്ങൾക്ക് പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഫോർ പ്ലേ, ആഫ്റ്റർ പ്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആലിംഗനം, കെട്ടിപ്പിടുത്തം, ചുംബനം, ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ അവർക്കൊരു വൈകാരികമായ അടുപ്പം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. അത് തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് പഠനങ്ങളൊക്കെയും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ആനന്ദത്തിലെത്തിക്കുക, അത്തരത്തിൽ അവർക്ക് സുഖം കിട്ടി എന്ന തോന്നൽ ജനിപ്പിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ തങ്ങൾക്കൊരു സുഖം കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ രതിമൂർച്ച എന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും കൃത്രിമമായിട്ട് ഈ ആസ്വാദന ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ച് പുരുഷന്മാരെ പലപ്പോഴും വിഡ്ഢികളാക്കുന്നത്. കാരണം തൻ്റെ പങ്കാളിക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ, താൻ സംതൃപ്തിയാണ് എന്ന് ധരിച്ചുകൊട്ടെ എന്നൊരു ധാരണയിൽ നിന്നാണ്. കാരണം സ്ത്രീ സംതൃപ്തിയായോ ഇല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നോ എന്ന് എല്ലായ്പ്പോഴും പുരുഷന്മാർക്ക് തിരിച്ചറിയുക സാധ്യമല്ല. അപ്പോൾ എന്തായാലും പഠനങ്ങൾ പറയുന്ന പ്രകാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് ഓർഗാസം ലഭിച്ചു എന്നുള്ളത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് പുരുഷന് അഭിമാനത്തോടെ എക്കാലവും ഓർക്കുന്ന ഒരു കാര്യമായിട്ടാണ് പഠനങ്ങളൊക്കെയും പറയുന്നത്. എന്തായാലും ഇതിൻ്റെ പിറകിലുള്ള കാരണങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അതെപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ സ്ത്രീക്ക് സ്വയം കണ്ടെത്താം, ശരീരഭാഗങ്ങൾ സ്വയം ഉത്തേജിപ്പിക്കാം. ഇല്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഫ്രണ്ട്സിൽ നിന്നൊക്കെ, സുഹൃത്തുക്കളിൽ നിന്ന് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും സ്ത്രീകൾ അതിനൊന്നും മുതിരാറുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകളെ ഒരു ബഹുമാനം പുരുഷന് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.